കോൺഗ്രസ് നേതാവായിരുന്ന എം.ജി. കണ്ണൻ അനുസ്മരണം അടൂർ ഏറത്ത് സംഘടിപ്പിച്ചു. പുതുശ്ശേരി ഭാഗം ജംഗ്ഷനിലായിരുന്നു അനുസ്മരണം. കോൺഗ്രസ് നേതാവായിരുന്ന എം.ജി. കണ്ണന്റെ 1ാമത് ചരമവാർഷികമാണ് ആചരിച്ചത്. ഏറം പഞ്ചായത്തിലെ പുതുശ്ശേരി ഭാഗം ജംഗ്ഷനിലായിരുന്നു അനുസ്മരണം. ഏറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തരകൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്ത് നമ്മൾ അനുഭവിച്ച ഏറ്റവും വേദനാജനകമായ ഒരനുഭവമാണ് പ്രിയപ്പെട്ട എം.ജി. കണ്ണൻ്റെ നമ്മളിലുള്ള ആകസ്മികമായ വേർപാട് എന്ന് പറയുന്നത്. തീരാവേദനയായി പ്രിയപ്പെട്ട കണ്ണൻ്റെ വിടവാങ്ങൽ നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ട കണ്ണൻ്റെ നമ്മളിൽ നിന്ന് വിടവാങ്ങിയെങ്കിലും അഡ്വക്കേറ്റ് ശാന്തകുമാർ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വവും രക്തസാക്ഷിത്വം എന്നേ പറയുന്നുള്ളൂ, ഒരു പരിധി വരെ കാരണമായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. രക്തസാക്ഷിത്വം എന്ന് പറയാൻ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിൽ KSUവിൽ കൂടി യൂത്ത് കോൺഗ്രസിൽ കൂടി, അതായത് ഒരു ദിവസം രാവിലെ ആരെങ്കിലും നോമിനേറ്റഡ് സ്ഥാനാർത്ഥിയായിട്ട് വന്നതല്ല എം.ജി. കണ്ണൻ. താഴെത്തട്ടിൽ നിന്നും KSU മുതലുള്ള തൻ്റെ സാന്നിധ്യത്തിൽ കൂടി പാർട്ടിയിൽ നിറസാന്നിധ്യമായി സജീവമായി എപ്പോഴും സജീവമായി നിന്നുകൊണ്ട് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു പ്രിയപ്പെട്ട കണ്ണൻ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടകൻ അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ അടൂരിൽ നിന്നുള്ളവർ ചോദിക്കുമായിരുന്നു, നിങ്ങൾ ഈ കണ്ണനെ മാത്രം വെച്ചെന്തിനാണ് ചെയ്യുന്നത്, നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇല്ലെങ്കിൽ പോലും. പക്ഷേ അടൂരിൽ നമ്മുടെ ഏറത്ത് വളരെ സജീവമായി നിന്ന ഒരു വ്യക്തിത്വം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരാനഷ്ടമാണ്, വേദനാജനകമാണ്. അദ്ദേഹത്തിനെ ഓർമ്മിക്കാതെ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാകേണ്ട അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ആ വിയോഗം അടൂരിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാനഷ്ടം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് വേദനയോടുകൂടി അല്ലാതെ കണ്ണനെ നമുക്ക് ഓർമ്മിക്കുവാൻ കഴിയില്ല. നിരവധി പ്രവർത്തകർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ.